ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വിശുദ്ധന്മാർക്ക് വന്ദനം. ഇത് GTR പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ എങ്ങനെ കരപൂർണയാഗം നടത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിതർ രാജാക്കന്മാർക്കും കരപൂർണം നടത്തിയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചത് എന്ന് ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും 13-ാമത്തെ അധ്യായത്തിലും 16-ാമത്തെ അധ്യായത്തിലും മറ്റും കാണുന്നുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ രാജാവിനെ കരപൂർണം നടത്തിയതുപോലെ ഒരു യാഗം നടത്തിയിട്ടാണോ നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കിയത്? നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കുവാൻ ഏത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ യാഗവസ്തുക്കളെ കൊടുത്തിട്ടാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരും എന്ന ഭാഗ്യമേറിയ പദവിയിലേക്ക് കരപൂരണം ചെയ്ത് വേർതിരിച്ചു. അനന്തരം മോശെ അതിൻ്റെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്ന മൃഗത്തിൻ്റെ കാളയുടെ തലയിൽ കൈവച്ച ശേഷം അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ വെച്ച് അർക്കണം. അനന്തരം മോശെ അതിൻ്റെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടണം. ശേഷമുള്ളത് മുഴുവൻ യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം. കാളയുടെ കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള വപയും കരളിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം എന്നാണ് ഈ വപ എന്ന വാക്കിനർത്ഥം. മൂത്രപിണ്ഡം, കിഡ്നി രണ്ടും അവയുടെ മേലുള്ള മേധസ്സും ഫാറ്റ് യാഗപീഠത്തിന്മേൽ വെച്ച് പൂർണ്ണമായി ദഹിപ്പിച്ച് ചാമ്പലാക്കണം. അനന്തരം കാളയുടെ മാംസം, തോൽ, ചാണകം ആദിയായവ പാളയത്തിന് പുറത്ത് തീയിൽ ഇട്ട് ചുട്ടുകളയണം. ഇത് പാളയത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരും. ഇത് ആരാണ് ചുമന്നുകൊണ്ട് പോകേണ്ടത്? ആർക്കു വേണ്ടി കരപൂർണം നടത്തപ്പെടുന്നുവോ അവർ അത് ചുമന്നുകൊണ്ട് പോകണം. എങ്കിൽ യാഗവസ്തുവിനെ അറുക്കുന്നതിൻ്റെ അശുദ്ധ ഭാഗം പുരോഹിതൻ കൊണ്ടുപോയി എങ്കിൽ നമ്മെ വിശുദ്ധീകരിപ്പാനായി ദൈവപുത്രൻ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ എന്ത് പങ്കുവഹിച്ചു എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അപ്പോഴാണ് ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. തീയിലിട്ടു ചുട്ടുകളയുന്ന വിഷയത്തെക്കുറിച്ചുള്ള വചനം പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇത് പുരോഹിതന്മാരുടെ വിശുദ്ധീകരണത്തിൻ്റെ അഥവാ കരപൂരണത്തിൻ്റെ 1-ാം ഘട്ടം. ഇത് ഒരു പാപയാഗമാണ്. അടുത്തതായി ഒരു ആട്ടുകൊറ്റനെ എടുക്കണം. നമ്മൾ പ്രാരംഭത്തിൽ കണ്ടല്ലോ, ഊനമില്ലാത്ത കാളക്കിടാവ്, ഊനമില്ലാത്ത ആട്ടുകൊറ്റൻ. അപ്പം ആദ്യം കാളയെ യാഗമഴിച്ചത് നാം കണ്ടു. അടുത്തത് ആട്ടുകൊറ്റൻ എടുക്കണം. അഹരോനും പുത്രന്മാരും അതിൻ്റെ തലമേൽ കൈവച്ച ശേഷം അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന് ശേഷം ആട്ടുകൊറ്റനെ കണ്ണം കണ്ടമായി തോലുരിച്ച് കണ്ണം കണ്ടമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി കണ്ണങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വെച്ച് മുഴുവനും ദഹിപ്പിക്കണം. ഇവിടെ പുരോഹിതന്മാർക്ക് യാതൊരു ഓഹരിയുമില്ല. കാരണം പുരോഹിതന്മാർക്ക് വേണ്ടി പുരോഹിതന്മാർ കൊണ്ടുവന്നതാകയാൽ അതിലൊരു ഓഹരിയുമില്ല. അതിനെ ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ഒരു ദഹനയാഗം. കാളയെ അർപ്പിച്ച് പാപയാഗം, ആടിനെ അർപ്പിച്ച് ദഹനയാഗം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പം ഇത് പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തിൻ്റെ 2-ാം ഘട്ടം. 1-ാം ഘട്ടത്തിൽ കാള, 2-ാം ഘട്ടത്തിൽ ആട്. 3-ാം ഘട്ടമായി 2 ആട്ടുകൊറ്റന്മാരിൽ ശേഷിക്കുന്ന ഒന്നുണ്ടല്ലോ, 2-ാമത്തെ ആട്ടുകൊറ്റനെ എടുത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവച്ച ശേഷം അതിനെ അറുത്ത് അതിൻ്റെ രക്തം കുറെ എടുത്ത് അഹരോൻ്റെ വലത്തെ കാതിന്മേലും അവൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിന്മേലും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിന്മേലും തള്ളവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ തളിക്കണം. എന്തിനാണ് ഈ രക്തം വലത്തെ കൈയിൽ തള്ളവിരലിൽ പുരട്ടുന്നത്? ലോകത്തിൽ എവിടെ ചെന്നാലും ഇന്നും എന്നും അന്നും ഇന്നും തള്ളവിരൽ തമ്പിംപ്രഷൻ എന്ന് പറഞ്ഞാൽ 1,00,000 കോടി ജനങ്ങളുടെ കൂട്ടത്തിൽ
ഈ 3 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ അകലമുള്ള തള്ളവിരലിൻ്റെ അകഭാഗത്ത് കാണുന്ന വരകൾ, അതിനകത്തെ ഭാഗങ്ങൾ ആർക്കും ആവർത്തിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ വിരലടയാളം നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആട്ടുകൊറ്റ രക്തം വലത്തെ കൈമേൽ വെച്ചാൽ അവൻ്റെ പ്രവൃത്തികൾ മുഴുവൻ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നർത്ഥം. വലത്തെ കാലിന്മേൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വലതുകാൽ വെച്ച് മുൻപോട്ട് പോയി ഇടതുകാൽ പുറകെ പോയി എത്ര ദൂരം നടന്നാലും അവൻ്റെ കാല് ശുദ്ധമായ പാതകളിൽ മാത്രമേ നടക്കാവൂ എന്നർത്ഥം. അപ്പം പ്രവൃത്തി ശുദ്ധമാകണം, അതിനുവേണ്ടി രക്തം പുരട്ടുന്നു. ഏതായാലും ഒരു കാര്യം, ആടിൻ്റെ വലതു കൈയും വലതു കാലയിലും ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ ഒന്നും തന്നെ ആടുകൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അശുദ്ധിയിൽ നടന്നവൻ, അശുദ്ധി പ്രവർത്തിച്ച വ്യക്തികൾ, ആലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് പാപം ചെയ്യാത്ത മൃഗങ്ങൾ യാഗവസ്തുക്കളായി അതിൻ്റെ രക്തം കൊണ്ട് അതിൻ്റെ ജീവൻ കൊടുത്തിട്ട് മനുഷ്യനെ പുരോഹിതന്മാരാക്കുന്നു എങ്കിൽ നമ്മെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്ത ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശു, പാപമില്ലാത്തവൻ, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കി തീർക്കേണ്ടതിനു വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം കാലുകളിന്മേലും കൈകളിന്മേലും രക്തം പുരട്ടിയ ശേഷം അഹരോൻ്റെയും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും അതിൻ്റെ രക്തം തളിക്കണം. ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരുടെ ബാഹ്യമായതും ആന്തരികമായതും നടപ്പും പ്രവൃത്തിയും മാത്രമല്ല, ആത്മീയ വസ്ത്രവും വിശുദ്ധമായിരിക്കണം. നമ്മൾ 6 വസ്ത്രത്തെക്കുറിച്ച് എഫെസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ 18 വരെ കണ്ടല്ലോ. നമ്മുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടണം. ആത്മീയ വസ്ത്രങ്ങൾ ഒരുപാട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ശുദ്ധമായിരിക്കണം. പുറപ്പാട് 29-ാം അധ്യായം 11 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇത് അവരുടെ ശുദ്ധീകരണത്തിൻ്റെ 3-ാമത്തെ ഘട്ടം, അന്ത്യഘട്ടവും ഇത് തന്നെയാണ്. ഇതിൻ്റെ സാരം, വിശുദ്ധീകരിക്കപ്പെടുന്ന പൗരോഹിത്യ വസ്ത്രം ധരിച്ച് ശുദ്ധീകരണവും കരപൂർണയവും ചെയ്യപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അന്നു മുതൽ, കരപൂർണം ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ, വിശുദ്ധീകരിക്കപ്പെടുന്ന നിമിഷം മുതൽ അവരുടെ കാത് അത് കേൾക്കുന്നത് ശുദ്ധമായിരിക്കണം. അരുതാത്തതും നുണയും കൊതിയും കേൾക്കുവാൻ കാതുകൾ തുറന്നു കൊടുക്കരുത്. അവരുടെ കാതുകൾ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാകുന്നു. യാതൊരു വാർത്തയും ദുർവർത്തമാനവും അവർ കേൾക്കരുത്, അവർ പറയുകയും ചെയ്യരുത്. അതുപോലെ വിശുദ്ധിക്ക് ചേരാത്ത യാതൊരു പ്രവൃത്തിയും അവർ ചെയ്യരുത്. അപ്രകാരം തന്നെ വിശുദ്ധിക്ക് ചേരാത്ത വളഞ്ഞതും അശുദ്ധവുമായ വഴികളിൽ നടക്കരുത്. ഇതത്രേ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധീകരണ വ്യവസ്ഥ എങ്കിൽ, പുതിയ നിയമ വിശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും അരുതാത്തത് കേൾക്കുവാനും കേൾപ്പിക്കുവാനും, അരുതാത്തത് തിന്നുവാനും കുടിക്കുവാനും, അരുതാത്തത് പ്രവർത്തിക്കുവാനും എഴുതുവാനും, അരുതാത്തടത്ത് കള്ളയെഴുത്തെഴുതി ഒപ്പിടുവാനും, അരുതാത്ത സ്ഥലങ്ങളിൽ പോയി ദൈവത്തിന് നിന്ന വരുന്ന തരത്തിൽ പ്രവർത്തിപ്പാനും തുനിയരുത് എന്നുള്ളതാണ് ഈ വിഷയങ്ങളുടെ സാരാംശം. രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് വരാം. വിശുദ്ധീകരണം ഗ്രീക്ക് ഭാഷയിൽ, യവന ഭാഷയിൽ വിശുദ്ധീകരണം എന്നതിനുപയോഗിച്ചിരിക്കുന്ന പദം ഹാഗിയോസ്മോസ് എന്നാകുന്നു എന്ന് നാം നേരത്തെ കണ്ടു. HAGIOSMOS. അതുകൊണ്ടാണ് സിറിയയിൽ ഈയിടെ മുസ്ലിമീകരിക്കപ്പെട്ട ആ പള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേര് ഹാഗിയോസ് എന്നായിരുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ പള്ളി എന്നായിരുന്നു അർത്ഥം. അത് പേരൊക്കെ മാറ്റി. ഈ വാക്കിന് ഒരു വ്യക്തിയെ വിശുദ്ധ വേദപ്രമാണം അനുസരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിനായി വേർതിരിക്കുക എന്നതാകുന്നു അർത്ഥം. നമ്മെ, അതായത് പുതിയ നിയമഭക്തന്മാരായ വിശുദ്ധ ജനത്തെ ശുദ്ധീകരിച്ച് വേർതിരിപ്പാൻ അത്രേ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ജ്ഞാനവും നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ആക്കി ഈ ലോകത്തിൽ അയച്ചത്.
കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 30-ാമത്തെ വാക്യവും തെസ്സലോനിക്കർക്ക് എഴുതപ്പെട്ട 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യവും. ശുദ്ധീകരണം, അതിൻ്റെ ഗ്രീക്ക് ഭാഷ്യം തുടരുകയാണ്. ഹാഗിയോസ്മോസ് എന്ന പദത്തിന് പൂർവകാലത്തെ പാപപങ്കിലമായ അവരുടെ അവസ്ഥയിൽ നിന്ന് വേർതിരിച്ച് വിശുദ്ധമായ ജീവിതത്തിന് യോജിച്ച അവസ്ഥയിലേക്ക് തിരിച്ച് സ്ഥിരപ്പെടുത്തി നിർത്തുക എന്നാണ് അർത്ഥം. അതിനാധാരമായ ചില ദൈവവചന ഭാഗങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം. ഖാദോസ് എന്ന എബ്രായ പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഖാദോസ്. ഹാഗിയോസ്മോസ് എന്ന ഗ്രീക്ക് പദവും ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ഖാദോസ് അഥവാ ഹാഗിയോസ്മോസ് തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പോലെ ഗോത്രപരമായും കുടുംബപരമായും ഉള്ള മാനസാന്തരവും വിശുദ്ധീകരണവും ഒന്നുമല്ല, വ്യക്തിപരമായി പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ. ശ്രദ്ധിക്കൂ, തെസ്സലോനിക്കർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് തന്നെ വിളിച്ചു. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. എത്രയോ പവിത്രമാണ് ദൈവിക ശുദ്ധീകരണം. ഇതൊക്കെ അറിഞ്ഞ ശേഷം മാത്രമേ പുതിയ നിയമ ശുദ്ധീകരണ ശുശ്രൂഷയിലും അതുപോലെ ഇടയ ശുശ്രൂഷയിലും ഒക്കെ പ്രവേശിക്കാവൂ. ഹാഗിയോസ്മോസ് എന്ന യവനപദത്തിൻ്റെ അഥവാ വിശുദ്ധീകരണം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം തുടരുകയാണ്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി പൂർവ്വകാലത്തിൽ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അടിമകൾക്ക് സ്വാതന്ത്ര്യമില്ല കേട്ടോ. വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് വന്ന വ്യക്തിക്ക് അശുദ്ധിയുമായി ബന്ധമില്ല. വിശുദ്ധീകരണത്തിന് അടിമകളായി സമർപ്പിക്കണം. റോമർക്കെഴുതിയ ലേഖനം 6:19. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം അഥവാ കാദോസ് അല്ലെങ്കിൽ ഹാഗിയോസ്മോസ് ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. എന്താ കാരണം? ശുദ്ധീകരണം കൂടാതെ, ഹാഗിയോസ്മോസ് ഇല്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല. അത് പള്ളിയിൽ ചെന്ന് നേർച്ച കാഴ്ചകൾ നടത്തി ഒരു പുരോഹിതൻ നിങ്ങളെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുകയല്ല. അതിനുള്ള മുഖാന്തരങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ വ്യക്തിപരമായി നമ്മളാണ് ആ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ടത്. അതുപോലെ തന്നെ വേർപെട്ടവരെന്ന് അഭിമാനിക്കുന്ന സഭകളിലും ഇത് തന്നെയാണ്. ആരെയും പൊതുവായി ശുദ്ധീകരണം നടത്തുവാൻ ആർക്കും ദൈവം ഉടമ്പടി കൊടുത്തിട്ടില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലതും യാഗമൃഗങ്ങളുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-12, ആവർത്തന പുസ്തകം 12:23, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22. ഇവയാകുന്നു പഴയ നിയമത്തിലെ ശുദ്ധീകരണ നിയമങ്ങൾ. രാജകീയ പുരോഹിതവർഗത്തിൻ്റെ ശുദ്ധീകരണ വ്യവസ്ഥകൾ എന്തെല്ലാമാകുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദിവ്യവചനങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാലും തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3, 4-ാം അധ്യായത്തിൻ്റെ 4, 7 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17-19 വാക്യങ്ങൾ. ഈ വ്യവസ്ഥകൾ അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും വിളിക്കപ്പെട്ട സകലരും വിശുദ്ധന്മാർ തന്നെയെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഈ വിശുദ്ധന്മാരാക്കുന്ന ശുശ്രൂഷകൾ സെനഡിനും ജനറൽ ബോഡിക്കും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും തിരശീലയ്ക്കകത്ത് ത്രോണോസിൻ്റെ അടുത്ത് നടത്തുന്ന ശുശ്രൂഷകളാലും ലഭിക്കപ്പെടുന്നതല്ല.
സകലരും വിശുദ്ധന്മാരാകുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 1-ാം 2 വാക്യത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്രകാരം വിളിക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗമാകുന്ന ഏവർക്കും ദൈവകൃപയും സമാധാനവും ഉണ്ടെന്നതിന് ഇരുപക്ഷമില്ല. കൊരിന്ത്യരുടെ 1 ലേഖനം 1-ാം 2, 3, 7-ാം 15 വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം 7 വാക്യം. വളരെ വിപുലീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാകുന്നു ഇത് എല്ലാം. ആകയാൽ വിശുദ്ധീകരണത്തിന് തിരുവചനത്തിൽ പടികൾ, സ്റ്റെപ്സ് ഉണ്ട്. അത് തുടർന്ന് പഠിപ്പാൻ ഏറെ സമയം ആവശ്യമായതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിച്ചുകൊള്ളുന്നു. ദൈവഹിതമായാൽ അടുത്ത വിഷയത്തിൽ പുതിയ നിയമ വിശുദ്ധീകരണത്തിൻ്റെ പടികൾ, സ്റ്റെപ്സ് ഓഫ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് സാങ്ക്ടിഫിക്കേഷൻ എന്തെല്ലാം ആകുന്നുവെന്ന് നമുക്ക് സശ്രദ്ധം പഠിക്കാം. ദൈവം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അക്ഷരം പ്രതി അനുസരിപ്പാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുവാനും ആവശ്യമായ കൃപ തരുമാറാകണം എന്ന് തിരുമനസ്സിനോട് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ദിവ്യ സമാധാനവും കൃപയും ഞങ്ങൾക്ക് നാൾക്ക് നാൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തണം. പുത്രൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.